ഹലോ. അപ്പോൾ എന്നോട് ഒരുപാട് ആൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സദ്യക്ക് വിളമ്പുന്ന കുറച്ച് കറീസിനൊക്കെ റെസിപ്പീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് സദ്യക്കൊക്കെ വിളമ്പുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ അന്നൂസ് കിച്ചൻ ലാബ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്തെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ നിൽക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് 200 ഗ്രാം കടല നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചക്കായി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പക്ക. അപ്പോൾ കപ്പക്ക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിറയെ കുമ്പളങ്ങി എടുക്കാം. അപ്പോൾ ഇതിൽ 2 വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. പിന്നെ വേണ്ടത് ചേനയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞില്ല, കാരണം ഞാനിത് കളച്ചിട്ട് ആക്കിയതാണ്. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള അപ്പോൾ ഇനി ഈ പച്ചക്കറിയിലേക്ക് ഞങ്ങൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള കടലൻ്റെ വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഈ വേവിച്ച കടലിൻ്റെ വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഒരു ഡാർക്ക് കളർ കിട്ടും. നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് നല്ല കട്ടി കളറായിരിക്കുമല്ലോ നമ്മുടെ കൂട്ടുകറിക്കും. അപ്പോൾ അതേ കളർ ഞങ്ങൾക്ക് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഞങ്ങൾക്ക് ഇതൊരു 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാൽഭാഗം മാത്രം ഞങ്ങൾക്ക് ഇതൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ വേവിച്ച് വെച്ച കടല ഇട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഞങ്ങൾക്ക് മൺചട്ടി ഒന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ അരപ്പിലേക്ക് ഞങ്ങൾക്ക് പച്ചക്കറിയുടെ അതുപോലെ തന്നെ കടലൻ്റെ കൂട്ടിയിട്ടെടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തിളക്കുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് പൊരിഞ്ഞ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള 1/4 ഭാഗം ചിരണ്ടിയ തേങ്ങ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. എൻ്റെ തേങ്ങയുടെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്കിത് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവസാനമായിട്ട് ഞങ്ങൾക്ക് കറിയൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടും ചൂടാക്കിയെടുക്കാം. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2 കാൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇനി ഇത് കറിയിലേക്ക് കാച്ചി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും പണിയിലും എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അന്നൂസ് കിച്ചൻ ലാബ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.